ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വോയിസ് ഓവർ ആട്ടോ, കാരണം പുറത്തേക്ക് ഭയങ്കര സൗണ്ട് ഉള്ളതുകൊണ്ട് ഇതും കൂടി ചെയ്യുമ്പോൾ ഒന്നും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു ഇന്ന് തൃശ്ശൂർ. അപ്പം എൻ്റെ മുഖത്തൊക്കെ നല്ല ടാനാണ്. ഞാൻ വിചാരിച്ചൊരു നാച്ചുറൽ റെമഡി ചെയ്യാമെന്ന്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കേട്ടോ, അങ്ങനെ ടാൻ അടിക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. അതൊന്നുമില്ല, അലോവേര എടുക്കുക, അതിലേക്ക് പാലൊഴിക്കുക, പശുവും പാല്, പിന്നെ അതിലേക്ക് ഹണി ഒഴിക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കും. ഇത് നിങ്ങൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ, അറിയാമല്ലോ. അപ്പോൾ ഞാനിത് കൈ വെച്ച് മിക്സ് ചെയ്യണം. ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്, കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും എമൗണ്ട് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മൂന്നും നല്ല രീതിയിൽ അതങ്ങ് നല്ല രീതിയിൽ മിക്സായി കിട്ടണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാലുള്ളതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടാണ്, കാരണം അത് പാല് വേറെ ആയിട്ടിരിക്കും. അപ്പം നന്നായി മിക്സായി കിട്ടിയിട്ട് ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു ഗ്ലോ കിട്ടും നമുക്ക് മുഖത്ത്, കഴുത്തിൽ, ചെവിയിൽ, കയ്യിലൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. നിങ്ങൾക്കിപ്പോൾ അവിടെ ഒന്നും ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കയ്യിൽ അല്ല മുഖത്തും പിന്നെ കഴുത്തിലും ചെവിയിലോ എവിടെയെങ്കിലുമൊക്കെ അവിടെയൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടാൻ വരുമ്പോൾ ചെയ്യുന്നതാണ്. എൻ്റെ മുഖം നല്ല കത്തിക്കരിഞ്ഞിട്ടുണ്ട് പുറത്ത് പോയിട്ട്. അപ്പം നമ്മൾ ബെയർ ഫേസിലാണ് ചെയ്യണത്. ഇത് നന്നായി ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെപ്പോഴും അഴുക്കുള്ളതിൽ നല്ല ഫേസ് പാക്കോ റെമഡിയൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് മുഖത്ത് കുരു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചെളിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ മുഖം വൃത്തിയാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ റെമഡി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ അലോവേര ജെല്ലല്ല ചേർത്തിരിക്കുന്നത്, നാച്ചുറലായിട്ടുള്ള അലോവേരയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് റിസൾട്ട് നല്ലതായിരിക്കും, കാരണം നാച്ചുറലാണല്ലോ, വേറെ കെമിക്കലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഹണി ആയാലും നമ്മൾ നല്ല രീതിയിൽ ചെറുതേനാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജിമാർ എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ആ മാഡം ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അലോവേര ജെല്ലും പിന്നെ ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് അവർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു ടാനിങ്ങിന്. അപ്പോൾ അന്ന് തൊട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്കറിയില്ല, ചിലവർക്ക് അലർജി ഉള്ളവരുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇനി ഞാൻ കഴുകിയതിന് ശേഷം കാണിക്കാം കേട്ടോ. കണ്ട, ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ. നിങ്ങൾക്കിത് ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നാച്ചുറലി ഇത് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ മുഖത്തൊരു ആ ചെളിയൊക്കെ പോയി, ആ ടാനൊക്കെ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നും വിചാരിച്ചത് ഫുൾ മാറ്റം വന്നു എന്നല്ല ഞാൻ പറയണേ. ഇത് 1-2 ദിവസം നമ്മൾ ചെയ്യണം കേട്ടോ. 1-2-3 ദിവസം ചെയ്യണം. കണ്ടിന്യൂസ്ലി ചെയ്താൽ നല്ലതായിട്ട് നമുക്ക് മാറ്റം വരും, ആ ഗ്ലോയൊക്കെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ. ബൈ.